വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്നും അടിപൊളി അടിപൊളി സാരി എടുത്തു വരുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ സുന്ദരിയാവാൻ വേണ്ടി വീണ്ടും സാരി മാറി മാറി കളിക്കുകയാണ്. അങ്ങനെ ഒന്നല്ല കേട്ടാ. നമ്മുടെ സാരി നിങ്ങൾക്ക് അത് മടക്കി വെച്ച് കാണിച്ച് ഫോട്ടോ എടുത്ത് വെച്ച് കാണിച്ച് തരുമ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്ക് അത് മനസ്സിലാവില്ല. ഇതിന്റെ മെറ്റീരിയൽ എങ്ങനെ അത് ഉടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തോടെ എത്രത്തോളം ഇണങ്ങി കിടക്കും ഒന്നും നിങ്ങൾക്ക് അറിയില്ല. അപ്പം ജസ്റ്റ് അത് ഉടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കാര്യങ്ങൾ കിട്ടും. അപ്പം ജാക്കറ്റ് നോക്കണ്ട. ജാക്കറ്റ് എൻ്റെ പഴയ ഒരു ജാക്കറ്റാണ്. നമുക്ക് ജാക്കറ്റ് അടിച്ച് 10 ദിവസം മുന്നേ കൊടുത്ത സാരിയുടെ ജാക്കറ്റിനെ അടിച്ച് കിട്ടാൻ നേരില്ല. അതുകൊണ്ടാണ് ജാക്കറ്റിനെ പെട്ടെന്ന് അടിച്ചു തരാൻ ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് കമന്റ് ചെയ്യട്ടാ. പെട്ടെന്ന് എനിക്ക് ജാക്കറ്റ് അടിച്ചു കിട്ടണം ആ നിലയ്ക്കുള്ളവരുണ്ടെങ്കിൽ ആരെങ്കിലും കമന്റ് ചെയ്തിട്ട് നമ്മള്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ അടുത്ത് പറഞ്ഞ മൈസൂർ സെമി മൈസൂർ സിൽക്ക് അല്ലേ. നമുക്ക് സാരിയെ പറ്റി അധികം അറിയില്ലെങ്കിലും തുണി നോക്കിയെടുക്കാൻ എനിക്കറിയാം. അതാണ് അത്രേ ഉള്ളൂ. എങ്ങനെ നമുക്ക് ഉടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഭംഗിയിൽ കിടക്കും എങ്ങനെ. ഞാൻ തുണീനെ പറ്റി ഒരുപാടൊന്നും ചോദിച്ചറിയാറൊന്നുമില്ല ഒരു തുണിക്കാണ്. പക്ഷെ ഞാൻ അത് പിടിച്ചു കഴിഞ്ഞാൽ അത് ഉടുത്തു കഴിഞ്ഞാൽ എങ്ങനെ കിടക്കുന്നു ഞാൻ അതെൻ്റെ കൈ തൊട്ടിട്ടാണ് മനസ്സിലാക്കാറ്. അല്ലാണ്ട് സാരിയുടെ ഡീറ്റെയിലോ കാര്യങ്ങളൊന്നും നോക്ക്. സാരിയുടെ ഫുൾ ഉടുത്ത് കഴിഞ്ഞ് കിടക്കുന്ന കെടുപ്പ് നോക്ക്. അപ്പോൾ നമ്മുടെ ഇന്നലത്തെ സാരിയുടെ വീഡിയോ കൊണ്ട് നിങ്ങൾ റേറ്റ് കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും. നമുക്ക് തരുന്ന കടക്കാർ ഫ്രീ ആയിട്ട് തരുന്നില്ല. ഒന്ന്. രണ്ടാമത് നമ്മൾ ലാഭത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാവരും ബിസിനസ് ചെയ്യുന്നത്. ഞാൻ ഓപ്പറേറ്റർ ഇല്ല. നമുക്കിത് നിങ്ങൾക്ക് കൊറിയർ ചെയ്യുമ്പോൾ ഫ്രീ സർവീസ് ഫ്രീ ആയിട്ടാണ് കൊറിയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഒക്കെ നമ്മൾ ഈ സാരികളിനെ ആഡ് ചെയ്യണം വേണ്ടേ. അപ്പൊ അതുകൊണ്ടാണ്. അല്ലാണ്ട് നിങ്ങൾ പാക്കിങ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. പക്ഷെ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ ഉടുത്തുകൊണ്ടാണ് സാരി ക്വാണ്ടിറ്റി ഉള്ള സാരി ആയതുകൊണ്ടാണ് അതിന്റെ റേറ്റ് ഞാൻ ഇട്ടുന്നത്. നമ്മൾ എന്താ ചെയ്യാ. ഇപ്പൊ ഞാൻ ചുരുക്കം പറഞ്ഞ ഞാൻ ഇടയ്ക്ക് സഹായം ചെയ്തു തരും. നമ്മള് അംബാനിയുടെ സാരി എടുത്തു അതൊന്ന് ജസ്റ്റ് എടുത്തോണ്ട് തരും. അത് ഒരുപാട് ഇൻസ്റ്റേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ. ഒരുപാട് അതിന് ഞാൻ ഒരുപാട് പീസ് എടുത്തിട്ടില്ല. ഞാൻ വളരെ കുറച്ച് പീസ് അത് അവർ നിർബന്ധിച്ചുകൊണ്ട് എടുത്തു എന്ന് മാത്രമേ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല എടുക്കാൻ. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ അംബാനിയുടെ ഭാര്യ കൊടുത്ത സാരിക്ക് എത്ര ആയിരിക്കും റേറ്റ്? ഇതെത്ര റേറ്റ്? അംബാനി സാരി. ഇതാണ് അംബാനിയുടെ ഭാര്യയുടെ നല്ല ഗോൾഡൻ. പക്ഷെ നല്ല ഭാര്യ നല്ല ഗോൾഡൻ സാരി കേട്ടോ. നല്ല ഗോൾഡൻ വെച്ചാൽ നോക്കി. ഞാൻ അങ്ങനെ എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തൊരു ഗോൾഡനാണ് ഞാൻ എന്ത് തല പോയാലും ഞാൻ എടുക്കുന്നത്. നമുക്ക് ഇഷ്ടം കൂടി ഉണ്ടാവണമെങ്കിൽ മാത്രം. നിങ്ങൾക്ക് അറിയാം സ്കിന്നിൽ വെക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ബ്രൈറ്റ്നെസ്സും ഭംഗിയും അത് വേറൊരു ഭംഗി തന്നെയാണ് കേട്ടോ. ഈ ഒരു സാരിക്ക് നമ്മൾ കൊടുക്കുന്നത് 1899 രൂപയാണ് നമ്മൾ ഈ സാരിക്ക് പ്രൈസ് ഇട്ടിരിക്കുന്നത്. ഇതാണോ അംബാനിയുടെ ഭാര്യ കൊടുത്ത സാരി? അല്ലല്ലോ. ആണോ? അല്ല. അപ്പോൾ എല്ലാ സാരികളിലും നല്ല ക്വാളിറ്റി ഉള്ളതുണ്ട്, ക്വാളിറ്റി കുറഞ്ഞതുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ അവരുടെ റേറ്റ് നമ്മൾ അത് നോക്കിയിട്ട് കമ്പയർ ചെയ്യരുത്. മെറ്റീരിയലിന്റെ മാറ്റങ്ങളും കാര്യമുണ്ടോ. അപ്പോൾ പ്യൂർ മൈസൂർ സിൽക്ക് എന്ന് പറഞ്ഞ റേറ്റ് 13 മാറ്റങ്ങൾ എന്തായാലും ഉണ്ടാവും. ഇപ്പൊ ഈ മൈസൂർ സിൽക്കിൻ്റെ തന്നെ ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങൾ ആദ്യം കയറി കടയിൽ മൈസൂർ സിൽക്ക് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നതിന്റെ മെറ്റീരിയൽ എനിക്കാണ് പറ്റിയില്ല. പറഞ്ഞിട്ടാണ് ഈ നീ അന്വേഷിച്ചു വന്ന സാധനം തന്നെയല്ലേ മൈസൂർ സിൽക്ക് തന്നെയല്ലേ, ഹെവി അല്ല, ഒരേ റേഞ്ചിൽ പ്രീമിയം റേഞ്ചിൽ. ഞാൻ നിങ്ങളോട് പ്രീമിയം റേഞ്ചിലുള്ള സാധനമാണ്. ഇവിടെ എനിക്ക് മനസ്സിലാകാൻ ഞാൻ ഇപ്പോൾ 2 ബിസിനസ് ഇട്ടതിലേക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം ആൾക്കാർക്ക് ക്വാളിറ്റി അല്ല ആവശ്യം, റൈറ്റ് ഓറിന്റെ സാധനമാണ് ആവശ്യം. പക്ഷെ അത് ചിലർക്ക് അതുണ്ട്. പക്ഷെ ഞാൻ ആഗ്രഹിക്കാറില്ല. ഞാൻ എടുക്കുന്ന കാശിന് അത് കറക്റ്റാണോ എന്നാണ് ഞാൻ നോക്കാറ്. ഞാൻ ഒരു ഓടി പോയിട്ട് ഞാൻ ഇപ്പോൾ ഇന്നലെ നമ്മുടെ തൃശ്ശൂർ വലിയൊരു ഷോപ്പിൽ ഞാൻ കയറി വേറെ ഒന്നും നമുക്ക് കൊറിയറിൻ്റെ കവറും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ കയറി. ആ കയറി ഷോപ്പിൽ ദൈവമേ ഓർണമെന്റ്സ് ഒക്കെ ഉണ്ട്. ഒരു ജാതി മഞ്ഞ കളറിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ സെയിം ഡിസൈൻസ് ഓർണമെന്റ്സ് അവിടെ ഉണ്ട് ഏറ്റവും ലോക്കൽ റേറ്റിന്. അപ്പൊ ഞാൻ എടുത്തോടുന്ന അച്ഛനും പൊന്നിനും ഒക്കെ കണ്ട ഇതാണ് നമ്മുടെ ഓർണമെന്റ്സ്. അത് പുറമെ ഈ ഒരു മഞ്ഞപ്പാണോ ചേട്ടൻ അവിടെ കാണാൻ പറ്റില്ല? മഞ്ഞപ്പ് എന്ന് പറയാൻ പറ്റില്ല, മഞ്ഞള് നല്ല മഞ്ഞളാണ്. ഒരു ചാതിങ്ങനെ മഞ്ഞേലിനെ കുളിപ്പിച്ച് കണ്ണ് പൊളിക്കണ ഒരു മഞ്ഞ അതാണ്. അതപ്പോ ഞങ്ങളുടെ ഉള്ള മരയുടെ സെയിം മോഡൽ അതിലുണ്ട്. ആ ഒരു റൈറ്റ് ഓരോ അതേ മോഡലിൽ ഇപ്പൊ ഇതും
സത്യമാണ്. പക്ഷെ മോഡൽ മാത്രമേ ആവണുള്ളൂ, ക്വാളിറ്റി ഒന്നും ആവണില്ല. അതാണ് മാറ്റം. എനിക്ക് ഞാൻ പറഞ്ഞു, നമ്മളൊരു ഫങ്ഷന് പോകുമ്പോൾ നമ്മളൊരു കുഞ്ഞ മാലയാണ്, അത് ഈ ഒരു മഞ്ഞ കളറിൽ ഒരു ചുവന്ന ഓറഞ്ച് കളറിലുള്ളത് ഇട്ടുമ്പോൾ ഞാൻ ആഗ്രഹിക്കാറില്ല. നമ്മൾ എപ്പോഴും ഇടുമ്പോഴും അത് അതിൻ്റെതായ സ്റ്റാൻഡേർഡ്, ചെറിയ മാല ആയിക്കോട്ടെ, പക്ഷെ അത് അതിൻ്റെതായ സ്റ്റാൻഡേർഡിന് ഉണ്ട്. ഞാൻ ഇപ്പോൾ കുണിക്കായാലും കുണുക്കനായാലും ഇട്ടുകൊണ്ട് ഡ്രസ്സ് ഒരുപാട് നെറ്റിൻ്റെ 2000 3000 ഉടുപ്പ് വേണ്ട. പക്ഷെ ഞാൻ എടുക്കുന്നത് ചിലപ്പോൾ 200 രൂപയുടെ ബെനിഫിറ്റ് ഉടുപ്പ്. പക്ഷെ അതിൽ ഞാൻ ഒരു സ്റ്റാൻഡേർഡ് കണ്ടെത്തും. അത് സിമ്പിൾ, അതാണ് എനിക്കിഷ്ടം. കുറേ നെറ്റുമ്പം തിളങ്ങുന്നത് വെച്ച് വാരി എനിക്കത് താല്പര്യം. ചിലപ്പോൾ അത് 5000-ൻ്റെ, പക്ഷെ എനിക്ക് താല്പര്യമില്ല. എനിക്ക് ചിലപ്പോൾ എൻ്റെ മോളത് ഇട്ട് പോകണം. ഇവിടെ പല ഫംഗ്ഷനും കുഞ്ഞു നമ്മുടെ അടുത്തുള്ളവരൊക്കെ ഞാൻ കുണിക്കിന് ഇട്ടുപോകണം 200 250 രൂപയുടെ സ്റ്റുഡിയോയിലത്തെ ഉടുപ്പും, ഇപ്പം ഹൈലൈറ്റ് മാളിൽ 250 രൂപയുടെ ചുവന്ന ഉടുപ്പ്. എന്ത് രസം അതിന് ഇട്ടിട്ട് കാണുന്നത്. 250 രൂപയായിട്ടുള്ളൂ. കറുപ്പ് എടുത്തു, സ്കിൻ കളർ എടുത്തു, ചുമപ്പെടുത്തു. എന്ത് ഭംഗിയാന്ന് പറയാം അവൾക്ക് കിട്ടുക. എനിക്ക് ഒരുപാട് വിലയേക്കാളും ഇഷ്ടം എൻ്റെ മക്കളുള്ളത് കാണുമ്പോൾ അതൊരു ലുക്കായിരിക്കണം. അങ്ങനത്തെ ഞാൻ എടുക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്ന സാരിയുടെ റേറ്റോ കാര്യങ്ങളോ നിങ്ങൾ നോക്കണമെങ്കിൽ അത് നല്ലതായതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ റേറ്റ് ഞാൻ തരുന്നത്. ഒരിക്കലും ചീത്ത ആയതുകൊണ്ടല്ല. നിങ്ങളത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു മാല നല്ല റേഞ്ചിലുള്ള പ്രീമിയം ക്വാളിറ്റിയുള്ള മാലയാണ്. അന്ന് ഇതിൻ്റെ സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ആ തേർഡ് ക്വാളിറ്റിയും സെക്കൻഡ് ക്വാളിറ്റിയും കൂടുതൽ അത് എൻ്റെ കഴുത്തിലിട്ട് കാട്ടിത്തരാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഓർണമെൻറ്റ്സിൻ്റെ കടയിൽ എനിക്ക് വന്ന ചതികൾ അതാണ്. പക്ഷെ എനിക്കത് പറ്റണില്ല. ലോക്കല് അതിനായിട്ട് ഇടയ്ക്കിന്ന് നോക്കും, എന്നിട്ട് പൊന്നിങ്ങനെ എന്തിനു പറയും തള്ളേടല്ല മോള്, അങ്ങനെ ഇവിടെ അന്നേട്ടാലും ഷേപ്പിയൊക്കെ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മുടെ എന്താണ് ഷോപ്പിലത്തെ ഓർണമെന്റ്സ് പറഞ്ഞില്ല, ഇന്നലെ പറഞ്ഞില്ല അതേ വാക്കഞ്ഞ് പറയണത്. എന്താ വെച്ചാൽ നമ്മൾ 10,000 മേടിച്ച മാല 100 രൂപ 200 രൂപയ്ക്ക് കൊടുത്താൽ നമ്മളെ എത്ര കൊല്ലം കൊടുക്കാൻ പറ്റിയ ഒരു മാല അത് പറ്റില്ല, അത് ഡാമേജ് ആവില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിനുള്ള റേറ്റ് പറയണത്. ആൾക്കാർക്ക് അത് അവിടുന്ന് കിട്ടണ്ടല്ലോ, 100 രൂപയ്ക്ക് ഇത് ഇവിടുന്ന് കിട്ടണ്ടല്ലോ. അത് കിട്ടണത് ഈ പറഞ്ഞ മാതിരി ആ ജാതി കളറ് അത്ര ക്വാളിറ്റി ഉള്ളതാണ്. തീർച്ചയായിട്ടും തൃശ്ശൂർ ഏറ്റവും വലിയ ഷോപ്പിലായിരുന്നു. അവരുടെ 3-4 ഷോപ്പുണ്ട്. പക്ഷെ അവർ ഏറ്റവും ലോക്കൽ ഉണ്ടാക്കുന്ന ഷോപ്പുകാർ. പക്ഷെ അവർ സ്റ്റാൻഡേർഡ് കടകളിലൊക്കെ സ്റ്റാൻഡേർഡ് ഓർണമെന്റ്സ് ഇരിക്കുന്നുണ്ട്. അതിനുള്ള വാല്യൂ ഉണ്ട്. അതിനുള്ള വാല്യൂ ഞാൻ മേടിക്കുന്ന 8,000-9,000 രൂപ വിലയ്ക്ക് അവരും ആ സാധനം വിൽക്കുന്നത്. നമുക്കറിയാം. നമുക്കിതൊക്കെ ഞാൻ ഇതൊക്കെ ഒരൊറ്റ നോട്ടത്തിന് മനസ്സിലാക്കി. എനിക്ക് ഒരുപാട് വിദ്യാഭ്യാസമോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇങ്ങനത്തെ കാര്യത്തിൽ കുറച്ച് കഴിവുണ്ട്. അതെന്താന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളെ പറ്റിച്ചിട്ട് ഒന്നും കിട്ടില്ല. ഞാൻ ചിന്തിക്കുന്നത് ഈ ഒരു ഫീൽഡിൽ പറ്റാവുന്ന പരമാവധി കാര്യങ്ങൾ എനിക്ക് ഈ ഫീൽഡിൽ നിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ലത് തരണം ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഞാൻ നല്ലത് എടുത്തത്. പക്ഷെ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് നല്ലതല്ല, വിലക്കുറവിൻ്റെ ആണ്. അപ്പോൾ ഈ വിലക്കുറവിന് ഞാൻ ഇറക്കുന്നുണ്ട്, നിങ്ങൾ വിഷമിക്കണ്ട. അത് നിങ്ങൾക്ക് താല്പര്യം അതാണെങ്കിൽ അത് ഞാൻ ഇറക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് സാവകാശം എന്താ വെച്ചാൽ എല്ലാത്തിനും കാശ് വേണ്ടല്ലോ, കാശ് തന്നെയാണല്ലോ പ്രധാനം. അപ്പോൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മളതും റേറ്റ് ഓറിൻ്റെ സാധനം ഇറക്കുന്നതാണ്. ഇപ്പം ഞാൻ ഇറക്കിയിരിക്കുന്നത് പ്രീമിയം ക്വാളിറ്റിയുടെ നല്ല 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 സാരികൾ ഞാൻ ഇറക്കിയാണ്. നല്ല സാരി നല്ല ഓർണമെന്റ്സ് ആണ് ഇപ്പൊ ഓൾറെഡി ഇറക്കിയിട്ടുള്ളത്. അപ്പൊ അത് അതിനുള്ള റേറ്റ് നമ്മൾ പറയരുത്. മറ്റുള്ളടത്ത് നമ്മുടെ ഓർണമെന്റ്സിന് അല്ലെങ്കിൽ സാരിക്ക് റേറ്റ് കൂടുതലാന്ന് പറയണ കുഴപ്പമില്ല, പറയണവര് പറഞ്ഞോട്ടെ. പക്ഷെ എടുക്കണവരുണ്ട് ആ റേറ്റിന് ഒരു അക്ഷരം. ഒരിപ്പം ഇന്നലെ ഞാനൊരു മെറൂൺ സാരി അടിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് സാരി അടിച്ചിട്ടുണ്ട്. അത് ഒരുപാട് പീസ് വളരെ കുറച്ച് റേറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് പീസ് ഞാൻ എടുത്തിട്ട് അത് എനിക്ക് തരുമോന്ന് ഞാൻ ചോദിച്ചത്. അത്രയും നല്ല മെറൂൺ. പക്ഷെ ഞാൻ അത് എടുക്കുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടോ, ഇങ്ങനെ അന്യനാട്ടിലുള്ള പെൺകുട്ടികളുള്ള ഒരു അമ്മമാർക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് അല്ല അമ്മയ്ക്ക് ഓണത്തിന് അങ്ങനെ കൊടുക്കാൻ പറ്റിയ സാരിയാന്ന് വിചാരിച്ചു. ഇന്നലെ രാത്രി കിടക്കുമ്പോൾ ആ സാരി വല്ല അമ്മമാർക്ക് മക്കൾ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല, അമ്മമാർക്ക് ഇഷ്ടപ്പെടൂല എന്ന് ചിന്തിക്കുമ്പോഴേക്കും ഇന്നത്തെ ആദ്യത്തെ ഓർഡർ നമുക്ക് അത് വന്നത് തന്നെ ആദ്യത്തെ ഓർഡർ ആ സാരിക്കിട്ട ആദ്യത്തെ ഓർഡർ വന്ന് തന്നെ സൗദിയിലുള്ള ഒരു കുട്ടി, ആ കുട്ടിയുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് കുട്ടി ഓർഡർ ചെയ്തത്. അപ്പോൾ ഞാൻ ചിന്തിക്കുമ്പോഴേക്കും നമ്മൾ ചിന്തിക്കും ആ സാരി എങ്ങനെയാണ് ആർക്കാണ് പോകേണ്ടത് നമുക്കറിയാം. കറക്റ്റ് നമുക്ക് അതിൻ്റെ ലെവൽ അറിയാം. പിന്നെ സാരി ഇന്നലെ ഞാൻ ഉടുത്ത സാരിയില്ലേ, അങ്ങനത്തെ മോഡൽ സാരി എടുത്തപ്പോൾ ആ കുട്ടി ചോദിച്ചു ഈ സാരി ഉടുത്ത ഏജ് തോന്നിക്കോ ചോദിച്ചു. സത്യം പറഞ്ഞാൽ എനിക്കും ഉണ്ട് 40-42 വയസ്സ് എനിക്കുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ തോന്നിക്കുന്നുണ്ട് 42 വയസ്സ് തോന്നിക്കുന്നില്ല. പക്ഷെ എങ്ങനെ ആ സാരി ഉടുത്ത് പുറത്തേക്ക് ഇറങ്ങണു, എങ്ങനെ ഇറങ്ങാം എന്ന് നമ്മൾ ചിന്തിക്കും. സത്യം പറയും, ഇന്ന് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത് എൻ്റെ കയ്യിലുള്ള ചെറിയ പ്രൊഡക്റ്റ് വെച്ചിട്ട് ഒരു ബേബി ക്രീമൊക്കെയാണ് ഫേസിൽ ചെയ്യുന്നത്. ലിപ്സ്റ്റിക് ഒരു 200 രൂപ, അതാണ് ഞാൻ കണ്ണും ചുണ്ടും പറ്റിക്കുന്നത്. പിന്നെ ഇതാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ആ ഇടുന്ന രീതി, നമ്മൾ വന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന രീതി, അതാണ്. ഇപ്പം ഈ ഒരു സാരിക്ക് എത്ര റേറ്റ് തന്നെ ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. ഈ ഒരു സാരി കാണാം, ഇത് സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. മുന്താണിയൊന്നും അതിന് മാത്രം ഹെവിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഹണി റോസ് ഇതിൻ്റെ റെഡും ബ്ലാക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഇത് ഒറ്റ കളറാണ്. ഇപ്പൊ റോസിന്റെ പ്രമോഷൻ ഇന്നലെയും പോയി ഇന്നും പോയി. അല്ല, ഇതുകൊണ്ട് നല്ല അത് ഒറിജിനൽ മൈസൂർ മൈസൂർ സിൽക്കാണ്, അതാണ്, ഒറിജിനൽ മൈസൂർ സിൽക്കാണ്. ഇത് സെമി മൈസൂർ സിൽക്കാണ് കേട്ടോ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം. പിന്നെ ഈ പച്ച ഞാൻ ഇന്ന് ഉടുക്കാനുള്ള കാരണം എന്താ പറയുക, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യത്തെ കൊല്ലം ഓണത്തിന് എൻ്റെ അമ്മ എടുത്തുന്ന സാരി അല്ല കച്ചും പച്ചപ്പട്ട് സാരി എടുത്തത്. അത് ഞാൻ എവിടെ പോകുമ്പോൾ ആ കരിപ്പച്ച നോക്കി, പക്ഷേ ഇതുവരെ കിട്ടിയ ആ ഒരു ഓർമ്മയിലായിട്ട് ഞാൻ ഈ ഒരു സാരി കൊടുത്തത്. ഞാൻ ഇത് മേടിക്കുന്നത്, ഈ സാരി മേടിച്ചിട്ട് പഫ് കൈ വെച്ചടിച്ചിട്ട് വേണം ഇതിന് കൊടുക്കാൻ. ഇത് ബ്രാഹ്മൺസിൻ്റെ ഒക്കെ ഒരു ലുക്ക് വരുന്ന ഒരു സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ സിമ്പിൾ സാരിയാണ്, കസവൊക്കെ സിമ്പിളാണ്. അത് മാല ഹെവി ആയി, കമ്മൽ ഹെവി ഇട്ടു, 2 മാല. ഇനി ഒരു പച്ച കുപ്പിയാളെ കൊണ്ട് കുറച്ചിട്ടാണ്ടല്ലോ, ഓ വേറെ എന്താ, കുറച്ച് മുല്ലപ്പൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി കല്യാണത്തിന് വെക്കൂടെ. ഒന്നല്ല അതിന് മാത്രം 3000-ൻ്റെയോ 4000-ൻ്റെയോ സാരി ഒന്നുമല്ല. പക്ഷേ നമ്മൾ സാരി എടുത്തു വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഒപ്പം ഓർണമെന്റ്സിനും കൂടി ഇമ്പോർട്ടൻ്റ് കൊടുക്കണം. നമ്മൾ ഇടുന്ന കമ്മല്, ഇപ്പം ഞാൻ എടുത്ത സാരി പറയണ്ട് അത് ഏറ്റവും കുറഞ്ഞ വിലയുടെയാണ്. പക്ഷേ അതാണ് അതൊരു ഭംഗിയാണ്. നമ്മളിങ്ങനെ അത് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് തരാണ്. നമ്മളത് ഇങ്ങനെ ഇറങ്ങണം, അത് ഇങ്ങനെ ഭംഗിയിൽ വരണം എന്നുള്ളത് നമ്മുടെ ഒരു ഇതാണ്. മനസ്സിലായി. ഞാൻ ഇപ്പോൾ വെറും ഞങ്ങൾ ചെയ്യുന്നേക്കാൾ ഇരട്ടി മേക്കപ്പ് ചെയ്യണവരുണ്ട്. നമ്മൾ സ്ഥലത്തേക്ക് പോകുമ്പോൾ കണ്ണെഴുതി ഇതുപോലൊക്കെ ചെയ്യണം. പക്ഷേ ഇവർക്ക് ചിലപ്പോൾ അവർക്ക് ഞങ്ങളുടെ കട്ട്രേഷൻ കിട്ടാണ്ട് ഇരുന്നോടത്തുകൊണ്ട് പലരും ഞങ്ങളത് കണ്ടിട്ടുണ്ട്. പക്ഷേ അത് കിട്ടുന്ന എന്താ വെച്ചാൽ നമ്മുടെ ഡ്രസ്സിന് നമ്മളതിലിടുന്ന ഓർണമെന്റ്സിൻ്റെയും പോലെ ഇരിക്കും നമ്മുടെ ഒരു ലുക്ക് നമുക്ക് പുറത്തേക്ക് ഇങ്ങനെ വരും. ഒരു കുഴ മുല്ലപ്പൂ മേടിക്കുക, അതൊന്നും തലയിൽ ചൂട്, എല്ലാരും ചൂടുന്നല്ല, മുല്ലപ്പൂ ചൂടാത്തവരും ഉണ്ടാവും. അപ്പൊ അതിൻ്റെതായ ഒരു ഭംഗി എല്ലാറ്റിനും ഉണ്ടാവും. അപ്പോൾ ഇതും നമ്മുടെ ഇൻസ്റ്റയിൽ കിടക്കുന്ന, നമ്മുടെ കൃപയിൽ കിടക്കുന്ന ഒരു മാലയാണ് കേട്ടോ, ലക്ഷ്മിയാണ്. ഇതിൻ്റെ വൈറ്റ് പേളും ഗ്രീൻ പേളാണ് കേട്ടോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. പ്രീമിയം ക്വാളിറ്റിയാണ്, വിലയുണ്ട്. വില കുറവാന്ന് വെച്ചിട്ടൊന്നും ഞാൻ പറയണില്ല, അതിന് വിലയുണ്ട്. എന്താ വെച്ചാൽ ഞങ്ങൾ മേടിക്കുമ്പോഴും ഞങ്ങൾ കാശ് കൊടുത്തിട്ടാണ് മേടിക്കുന്നത്, ഞങ്ങൾക്ക് അതിൻ്റെ ലാഭം കിട്ടേണ്ടത്, നിങ്ങളത് ചിന്തിക്കണം. പിന്നെ ഞങ്ങൾ ഒന്ന് പറയാം, പ്രീമിയം ക്വാളിറ്റി എടുത്തെടുത്ത് പറഞ്ഞാൽ അത്രയും നല്ല ക്വാളിറ്റി ആയതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത്. അല്ലെങ്കിൽ ആ കൂട്ടത്തില് റെന്റിൽ വേണമെങ്കിൽ മഹാലക്ഷ്മി റെന്റൽ ജ്വല്ലറിയിലേക്ക് വരിക. ഞാൻ പറയാം, അതേപോലെ നല്ല ക്വാളിറ്റിയുള്ള ഓർണമെന്റ്സ് തന്നെ നിങ്ങൾക്ക് റെന്റിന് എടുത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമ്മൾ ഈ കുറേ അങ്ങനെ ഇങ്ങനെയും കളർ ഞാൻ പലയിടത്തും കണ്ട് റെന്റ് എടുത്ത് കളർ പോലും എന്തിനാണ് ഉള്ളത്, നല്ല ക്വാളിറ്റി ഇട്ടിട്ട് നമുക്ക് ഇറങ്ങിക്കൂടെ. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ എനിക്കൊരു ആഗ്രഹം കൂടി ഉണ്ട്, ചെരുപ്പിന്റെ ഒരു പരിപാടി ഇതുകൂടി തുടങ്ങണല്ലോ. ഇപ്പൊ ഇതൊക്കെ നിങ്ങൾ തുടങ്ങുക, മാലയും കമ്മലും സാരിയും ഒക്കെ വെച്ച ചെരുപ്പ് എനിക്ക് ഇതിന്റെ സൈഡിൽ കൂടെ എന്റെ മേടിച്ചുകൂടെ നിങ്ങൾക്ക്? ഞാൻ മേടിക്കില്ല. അല്ലെങ്കിൽ ഇപ്പൊ ശ്വാസം വിടാൻ പോലും സമയിക്കില്ല ചെരുപ്പ്. എന്താ വെച്ചാല് എക്സാമിനുള്ളവരെ പഠിപ്പിച്ചിട്ട് പേനിച്ച് സമയം 5:30. ഇപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. കണ്ടതെ എക്സാമിന്റെ ആൾക്കാരാണ് അടിയും കുത്തും ചവിട്ടൊക്കെ കഴിഞ്ഞു അടിയും കുത്തും ചവിട്ടും വന്നിരിക്കുന്നത്. പിന്നെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയണം, അതിൽ എത്രത്തോളം ആൾക്കാർ സപ്പോർട്ട് ചെയ്യും, എത്രത്തോളം സപ്പോർട്ട് ചെയ്യില്ല എന്നല്ല. ഇപ്പൊ അടുത്ത് നമ്മുടെ ഒരു കുട്ടി, ഒരു 9ാം ക്ലാസ്സായ കുട്ടി ആത്മഹത്യ ചെയ്തു എന്നുള്ള ഒരു ന്യൂസും കാര്യമായിട്ടും പണ്ട് തൊട്ടുള്ള തന്നെയാണ്. ഈ സ്കൂളിലത്തെ കുറെ ടീച്ചർമാരെ കുഞ്ഞിഷ്ടം കുഞ്ഞായും കുറെ ആൾക്കാർ ഞാനൊക്കെ പഠിക്കുമ്പോൾ ഇഷ്ടമല്ല. പഠിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക സ്നേഹം, പഠിക്കാത്തവർക്ക് സ്നേഹമില്ല, അവരെ കണ്ടുകൂടെ. അവർ കുട്ടികളെ എല്ലാവരും ഒരു കണ്ണിൽ ടീച്ചർമാർ കാണും. പഠിക്കുന്നവർക്കെല്ലാം സപ്പോർട്ട് വേണ്ടി, പഠിക്കാത്ത കുട്ടികൾക്കാണ് സപ്പോർട്ട് വേണ്ടി. അപ്പം ഞാൻ പറയാം, ഞങ്ങളുടെ അവിടെ വലിയൊരു ട്യൂഷൻ സെൻറ്റർ നടത്തുന്ന ഒരു മനുഷ്യൻ കേട്ടോ. ആ മനുഷ്യൻ വെക്കേഷൻ ക്ലാസ്സിൽ പിള്ളേരെ ട്യൂഷൻ എടുക്കും. സ്കൂൾ തുറക്കുന്നതിൻ്റെ ഉള്ളിൽ മൂപ്പർക്ക് മനസ്സിലാവും എത്ര കുട്ടികളാണ് 10 A+ പഠിക്കുക, എത്ര കുട്ടികളാണ് അവരെ മാത്രം നിർത്തിയിട്ട് പഠിക്കാൻ പിന്നാക്കുള്ള കുട്ടികളെയൊക്കെ ട്യൂഷൻ ക്ലാസ് ഒഴിവാക്കും. അയാൾ ആ കുട്ടികളെ പരമാവധി മാനസികമായിട്ട് പീഡിപ്പിച്ചിട്ട് ഒഴിവാക്കും. അത് എന്തുകൊണ്ടാണെന്നറിയോ? അയാളുടെ ട്യൂഷനിൽ പഠിച്ച കുട്ടികൾക്കും അവിടെ പഠിച്ച കുട്ടി, ആ കുട്ടിക്ക് 10 A+, ആ ഒരൊറ്റ പേരിന് വേണ്ടിയാണ് ആ മനുഷ്യൻ ചെയ്യുന്നത്. പക്ഷെ 50 കുട്ടികളെ അവിടെ ചേർന്നുണ്ടെങ്കിൽ ഒരു 30 എണ്ണത്തിന് അവര് ഒഴിവാക്കിയിരിക്കും. അയാൾ അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉള്ള വേണ്ട, നമ്മൾ പേര് പബ്ലിക് ആക്കണ്ട. പക്ഷെ ഞാൻ പറഞ്ഞു, പഠിക്കാത്ത കുട്ടികൾക്കാണ് ട്യൂഷൻ വേണ്ട, അവർക്കല്ലേ സപ്പോർട്ട് വേണ്ട, അവരെല്ലാം സപ്പോർട്ട് ചെയ്ത് നമ്മൾ പഠിപ്പിച്ചെടുക്കേണ്ടത്. അതുകൊണ്ട് പഠിക്കുന്ന കുട്ടികൾക്കാണ് ഫുൾ സപ്പോർട്ട് ചെയ്ത് പഠിപ്പിക്കുന്നത്. എനിക്കറിയില്ല ഇവര് എന്താണ് ഇങ്ങനെ ഈ ടീച്ചർമാർ. ഇപ്പൊ കുണിക്കൻ്റെ സ്കൂളിൻ്റെ ചെറിയൊരു സാമ്പിൾ ഞാൻ പറയട്ടെ. കുണിക്കൻ്റെ സ്കൂളിൽ തുറന്നപ്പോൾ ഒരാഴ്ച ഇവർക്ക് എന്തൊക്കെയോ അതിനെ പറയാ, അയ്യോ ഗെയിം ഒന്നല്ല, ആ ഗെയിമും ഉണ്ട്, പ്രവർത്തനങ്ങൾ ഓരോന്ന് ഉണ്ടാക്കാൻ പഠിപ്പിക്കുക. നമ്മൾ പഠിക്കുന്ന അത് ഈ ഉണ്ടാക്കാൻ പഠിപ്പിക്കലും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ ഈ സയൻസിന്റെ എക്സിബിഷനും കാര്യങ്ങളൊക്കെ വെക്കുമ്പോഴാണ് അതിനോട് ടാലന്റ് ഉള്ള കുട്ടികൾ ഓരോന്ന് ഉണ്ടാക്കി കൊണ്ടിട്ടും അത് എക്സിബിഷൻ പോലെ വെക്കണു. അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ടാലന്റ് ഉള്ള കുട്ടികൾ ഓൾറെഡി അതിലേക്ക് പോവും. ഈ ടാലന്റ് ഇല്ലാത്ത കുട്ടികളെ ഈ എന്നിട്ട് അതിന് വീണ് മറക്കാൻ
ഇത് ചെയ്യിപ്പിക്കുക. എന്തായാലും വീട് മറക്കണല്ലോ. ഞാനും ആ, പറഞ്ഞു. ഓരോ പ്രവർത്തനങ്ങൾ ടീച്ചർമാർ ഓരോന്ന് പറയും, ഇത് ചെയ്തിട്ട് വാ, മാസ്ക് ഉണ്ടാക്കിയിട്ട് വാ. ഇതൊക്കെ ഈ 1ാം ക്ലാസ്സിലെ കുട്ടികളാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അല്ല, ഇതിനൊക്കെ പിന്നിൽ അമ്മമാരുണ്ടാക്കിക്കൊണ്ട് എന്താ മക്കൾക്ക് അതിൽ ഗുണമുള്ളത്? ഒരു മക്കളുണ്ടാക്കില്ല, ഇതൊക്കെ അമ്മമാർക്കുള്ള പണി. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണം. ആ നേരം ആ കുട്ടികളെ 10 അക്ഷരം പഠിപ്പിക്കാൻ നോക്കുക. സ്കൂളിൽ പ്രവർത്തനം, അത് പരീക്ഷിച്ച് അടിച്ചു, ഇത് പരീക്ഷിച്ച് കാണിച്ചു, ഇതൊക്കെ സ്കൂളിൽ പരീക്ഷിച്ചിട്ട് പഠിക്കാനുള്ള മൊത്തം അവർ വാട്സപ്പ് ചെയ്ത് തരും. ഇത് പഠിപ്പിച്ചോ, ഇത് പഠിപ്പിച്ചോ, ഇത് പഠിപ്പിച്ചോ, ഇത് ഫുള്ളും. അപ്പൊ പിന്നെ നമുക്ക് സ്കൂളിൽ വേണ്ട ആവശ്യമില്ല. അപ്പൊ ഇപ്പൊ അവസ്ഥ എന്താ വെച്ചാൽ സ്കൂൾ ഇതും വീട് അതും ആയിട്ടിരിക്കുന്നത്. അവിടെ പ്രവർത്തനം, കളി, ചെറിയ ഇത് മാത്രമാ 2 അക്ഷരം പഠിപ്പിക്കുക. ബാക്കി ഒക്കെ സ്കൂൾ. ഇപ്പൊ ജൂൺ തുറന്നു, സ്കൂൾ എക്സാം ആയി. സ്കൂൾ ആകെ പഠിപ്പിച്ചത് 4 വാക്കാ. എക്സാമിന് ഒരു 10,000 വാക്കുണ്ട്. ഇത് അച്ഛാ നിങ്ങൾ പഠിപ്പിച്ചോ, പേരൻസിന് വിട്ട് നിൽക്കണം, എല്ലാ പേരൻസിനും ഇത് അല്ല, വായിപ്പിച്ചോ. നമ്മള് അനുഭവം ഞാൻ പറയാൻ കാര്യമായിട്ട് പറയും, ഇന്നത്തെ പഠിപ്പിനോടുള്ള എതിർപ്പ് ഞാൻ പറയും. ഇന്നത്തെ ഗവൺമെന്റിന്റെ നിലപാടിനോട്, ഈ ഇപ്പോഴത്തെ വിദ്യാഭ്യാസത്തിനോടുള്ള എതിർപ്പ് ഞാൻ പറയും. നമ്മൾ പഠിക്കുന്ന കാലത്ത് സാധാ പഠിപ്പ് തന്നെയായിരുന്നു. ഈ പ്രവർത്തനങ്ങളോ ഈ പ്രൊജക്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അന്നത്തെ കാലത്ത് പഠിച്ചിട്ട് കുട്ടികൾ നല്ല നിലയ്ക്ക് എത്തിച്ചു. അപ്പൊ ഇതിൽ അംഗീകരിക്കുക 2 തരത്തിലുള്ള ആൾക്കാർ, നെഗറ്റീവും പോസിറ്റീവും ഉള്ള. പക്ഷെ എന്റെ തീരുമാനമാണ്, എനിക്ക് അനുഭവിക്കുന്നത്. ഇപ്പൊ കുട്ടികൾ പഠിക്കാൻ കൊണ്ടും, ഇവര് പഠിക്കാൻ കൊണ്ടുവന്ന് ഇവർക്ക് പഠിക്കാൻ എഴുതിട്ട് കൊടുക്കുക. ഇതിന്റെ അപ്പുറത്ത് ഇരുന്ന് ഞാൻ വെട്ടുക, ഒട്ടി. അപ്പൊ ഈ കുട്ടികളെ ശ്രദ്ധ പോണത് ഏതിരിക്കുക? പഠിക്കണേലേക്കല്ല, ഈ വെട്ടണേലും ഒട്ടിക്കണേലേക്ക് കുട്ടികളുടെ ശ്രദ്ധ പോണത്. ഇത് നാളെ ചെയ്ത് സ്കൂളിലേക്ക് എത്തിക്കണം. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോ 4-4:15. ഉണ്ടാക്കണ കോഴിമുട്ട കൊണ്ട്, കോഴിമുട്ട 3 കോഴിമുട്ട കൊണ്ട് കോഴിമുട്ടയുടെ തുള്ളിത്തൊക്കെ കളിയാ, അത് കഴുകുക, അത് ഉണക്കാൻ വെക്കുക, എന്നിട്ട് അയിമ ഡിസൈൻ വരയ്ക്കുക. ഒരു പേരൻസ് ജോലിക്ക് പോകണവർ അവരെന്ത് ചെയ്യും? അവർക്ക് വീട്ടിലെ പണിയെടുക്കണം, കുട്ടികളെ പഠിപ്പിക്കണം, ജോലിക്ക് പോകണം. എനിക്ക് അത്യാവശ്യം ഞാൻ ഈ വീഡിയോ എടുക്കല്, എഡിറ്റ് ചെയ്യല്, കുട്ടികളെ നോക്കല്, കുട്ടികളെ പഠിപ്പിക്കല്, വീട്ടിലെ അല്ല, ഓരോ ജോലിക്കാരുടെ കാര്യങ്ങൾ പറഞ്ഞു അത്ര നമുക്ക് അത് അംഗീകരിക്കണവർ അംഗീകരിച്ചു. പക്ഷെ നമ്മൾ ഇന്നത്തെ ഗവൺമെന്റിന്റെ ഈ വിദ്യാഭ്യാസത്തിനോട് ഞാൻ എതിർപ്പ്. പണ്ടത്തെ കാലത്തെ പഠിപ്പ് തന്നെയാണ് എന്തുകൊണ്ട് കുട്ടികൾക്ക് നല്ലത്. അന്നത്തെ കുട്ടികളും പഠിക്കണവരൊക്കെ നന്നായി പഠിച്ചിട്ടുണ്ട്, പഠിക്കാത്തവർ പിന്നെ ഇന്നും അതുപോലെയൊക്കെ തന്നെയാണ്. പക്ഷെ ഈ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് ഈ ഇത് ബുദ്ധിമുട്ടിപ്പിക്കുന്നത് പേരൻസിനെയാണ്. അല്ലാണ്ട് കുട്ടികളൊന്നും ഒരു പ്രവർത്തിക്കണില്ല, ഒന്നും ചെയ്യണമെന്നില്ല. പിന്നെ അതിനോട് ടാലന്റ് ഉള്ള കുട്ടികൾ ഓൾറെഡി അത് ചെയ്യും. അതിനോട് ടാലന്റ് ഇല്ലാത്ത കുട്ടികൾ എന്ത് ചെയ്യും? അച്ഛനും അമ്മമാർ ചെയ്തോളും. ഇവിടെ കുണുക്കിന് യാതൊരു ടാലന്റും, കുണുക്കിന് അങ്ങനത്തെ ഒരു കാര്യമില്ല. കുണുക്ക് പഠിക്കാട്ടോടത്ത് ഇരുന്ന് പഠിച്ചോളും. സ്പെല്ലിങ് പഠിക്കും, എഴുതാട്ടോടത്ത് എഴുതാനൊക്കെ പഠിക്കും. പക്ഷെ അവന് ഈ വെട്ടാനും കുത്താനും, പിന്നെ ഈ കത്തിരി കൊണ്ട് ഇത് വെട്ടിക്കൊണ്ട് അത് വെട്ടേണ്ട. കുട്ടികളെ കൈയും കാര്യം മുറണം നമ്മൾ തന്നെ നോക്കണ്ടേ? ഈ വെട്ടായിട്ടോടത്ത് കത്തിരിക്കും കുട്ടികളെ കൊടുക്കുക. പിന്നെ കത്തിരിക്കും കാര്യം കുട്ടികളെ ഇട്ടോടത്ത് നമ്മൾ അടുക്കളയിൽ പോയിരിക്കും. സെറ്റിയുടെ പീസ് കാണില്ല, കിടക്കയുടെ ഭാഗം കാണില്ല, അവരുടെ ഡ്രസ്സും ഒരു പീസ് കാണില്ല, മുടിയുടെ തുണ്ട് കാണില്ല. ഇതൊക്കെ കുട്ടികൾക്ക് നമുക്ക് കത്രിക ഇട്ട് കൊടുത്ത് പോകാൻ പറ്റും. ഇപ്പോഴത്തെ നിലപാടിന്റെ ഒരു പഠിപ്പിന്റെ ഒരു ഇത് ഞാൻ പറഞ്ഞോളൂ. അപ്പൊ ഞാൻ എന്തായാലും പറഞ്ഞ് നമ്മൾ പോണില്ല. ഒരു കുട്ടി അത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഈ മരിച്ച കുട്ടിയുടെ സ്കൂളിലത്തെ ഒരു പേരൻസ് ഇരുന്നിട്ട് പറയണ്ട, ഇവരെല്ലാരും വീട്ടിലേക്ക് കൊടുത്തേക്കുക, വീട്ടിൽ പഠിച്ചോ. പിന്നെ എന്തിനാണ് സ്കൂളിൽ എന്താ ടീച്ചർമാർക്ക് പണി? എന്താ പ്രവർത്തനം? അത് വേണ്ട. എന്തിനാണ് ഈ പ്രവർത്തനം? അതിന്റെ ആവശ്യമില്ല. അവർ പഠിക്കട്ടെ. പഠിച്ചിട്ട് ഓരോരുത്തർക്ക് പ്രവർത്തിക്കാനും, ഓരോരുത്തർക്ക് ടാലന്റ് ഉള്ളവരായിരിക്കും പോട്ടെ, ആ വഴിക്ക് പോട്ടെ. ചിത്രം വരയ്ക്കാനുള്ളവര് ചിത്രം വരയ്ക്കാൻ ആ കഴിവിലേക്ക് പോകും. അത് സ്കൂളിൽ നിന്ന് പ്രത്യേക ട്രെയിനിങ്ങിന്റെ ആവശ്യമില്ല. ബന്ധുവിലെന്നെ 2 ആൾക്കാരുണ്ട്, അവർക്ക് ഇതൊന്നും എവിടെ പോയി പഠിച്ചിട്ട് കാര്യങ്ങളൊന്നും അവര് ചിത്രം വരയ്ക്കുന്ന എന്ത് ഭംഗിയിലാണ് അവർ എവിടെ പഠിച്ചിട്ടോ കാര്യമല്ല, സ്വയമായിട്ട്. അത് അതിനോട് ടാലന്റ് ഉള്ളവർ അത് കറക്റ്റ് അതിലേക്ക് വരും. ഞാൻ കുട്ടിക്കാലത്ത് ഒരു നല്ല മാതിരി ഡാൻസ് കളിച്ചെന്ന് വ്യക്തിയാ, ഒരുപാട് ഡാൻസ് കളിച്ചെന്ന വ്യക്തി, ഒരുപാട് സ്റ്റേജ് ഡാൻസ് കാര്യങ്ങൾ കളിച്ചെന്ന വ്യക്തിയാ. എന്നെ ആരും പഠിപ്പിച്ചിട്ടില്ല. എന്നില് ഡാൻസ് കളിക്കാനുള്ള ഇഷ്ടവും ടാലന്റാണ് ഞാൻ കളിച്ചത്. എന്റെ വീട്ടിൽ നിന്നും ആരും പഠിപ്പിച്ചു തന്നിട്ടില്ല. അമ്മോട് ഞാൻ പറയും, ഒരു പാട്ട് സെലക്ട് ചെയ്ത് തരും, ഡ്രസ്സ് സെലക്ട് ചെയ്തിരിക്കും. ബാക്കിയൊക്കെ ഞാൻ എന്റെ കണ്ടെത്തലും എന്റെ കളി തന്നെയായിരുന്നു. പിന്നെയാണ് ഞാൻ ഭരതനാട്യം പഠിക്കാൻ പോയതും കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് ടാലന്റ് ഉണ്ടെങ്കിൽ, ഞാൻ കൊടുക്കുന്ന ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, 1 മാസം നോക്കും. അവർക്ക് അതിൽ ടാലന്റ് ഉണ്ടെങ്കിൽ അവർ ആ 1 മാസത്തിന്റെ ഉള്ളിൽ നമുക്ക് അറിയാം അവർക്ക് പഠിക്കാൻ പറ്റില്ല. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിന് കാശിലാക്കിയിട്ട് കാര്യമില്ല. നമുക്ക് അവരുടെ ടാലന്റ് ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പൊ അവരെ കൊണ്ട് ചേർത്തു. അതിപ്പോ അമ്മയെ തല്ലിയാലും 2 ഭാഗം എന്ന് പറയണ പോലെ അത്രേ ഉള്ളൂ. ഞാൻ എന്റെ ഒരു അഭിപ്രായം ഇന്നത്തെ അല്ല. ആ കുട്ടി മരിച്ചോ? ആർക്ക് പോയി? സ്കൂളിൽ പോയോ? ടീച്ചർക്ക് പോയോ? ഇല്ല, ആ അച്ഛനമ്മയ്ക്ക് പോയത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. കുട്ടികളൊക്കെ പറഞ്ഞ ഒരു ക്ലാസ്സിൽ ഒരു ഏവറേജ് പഠിക്കുന്നവരൊക്കെ 2 കാണിക്കുക. അതല്ലല്ലോ, എന്തിനാണ് ഈ മക്കളിൽ 2 ഇട്ട് കാണിക്കുന്നത്? ടീച്ചർമാരും സ്കൂളുകാരും എന്തിനാണ് ഈ മക്കളെ 2 ഇട്ടാണ്? പഠിക്കാൻ കഴിവുള്ളവർ പഠിക്കട്ടെ, അവർക്ക് എല്ലാ സപ്പോർട്ടും ഉണ്ട്. പഠിക്കാൻ കഴിവില്ലാത്ത കുട്ടികളാണ് സപ്പോർട്ട് ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുവരേണ്ടത്. എന്റെ ഒരു ഇതുണ്ട്. പിന്നെ തെറ്റ് ചെയ്യുമ്പോൾ ശിക്ഷിക്കുക, അതും ഒരു സ്കൂളിൽ ആവശ്യം തന്നെയാണ്. കുട്ടികളെ തെറ്റേണ്ട ശിക്ഷിക്കുക. ഇന്നത്തെ കാലത്ത് ആവശ്യമുള്ള കാര്യങ്ങൾക്കൊന്നും
ശിക്ഷിക്കണില്ല, ആവശ്യമില്ലാത്ത കാര്യത്തിനാണ് ശിക്ഷയും കാരണം. അതുകൊണ്ടാണ് കാര്യം ഇത്ര മോശമായത്. ഞാൻ എൻ്റെ ഒരു നിലപാട്, ആ കുട്ടി ഞാൻ ഇന്ന് ഫോൺ എടുത്ത് നോക്കാൻ എനിക്ക് നേരമില്ല. അപ്പം എടുത്ത് നോക്കുമ്പോൾ കണ്ട 2-3 കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തു, എൻ്റെ അനുഭവം. ഇപ്പോൾ 2-3 ദിവസം ഇപ്പോൾ സ്കൂൾ വന്നിട്ട് ഒരു മാസമാണ്, ഒരു കാര്യം സ്കൂളിൽ നിന്ന് പഠിക്കില്ല, കംപ്ലീറ്റ് വീട്ടിൽ കിട്ടുന്ന ഫസ്റ്റ് ജൂലൈ ഫസ്റ്റിന് എക്സാമാണ്. വീട്ടിലിരുത്തി പഠിപ്പിച്ചോ. ഞാൻ പറഞ്ഞാൽ ഒരു 10 അക്ഷരത്തിൽ ഒരു 4 അക്ഷരം സ്കൂളിൽ നിന്ന് പഠിപ്പിച്ച് ഒരു 6 നമുക്ക് സപ്പോർട്ട് ചെയ്യണ്ടോ അല്ലേ? എല്ലാതും വീട്ടിൽ നിന്നാകുമ്പോൾ സ്കൂളിൽ പോയി ഇത്രയും മണിക്കൂറത്തെ ടൈമും കഴിഞ്ഞ് കുട്ടികളെ തന്നെ എത്ര മണിക്കൂർ നമ്മൾ പിടിച്ച് കുത്തിയിരുത്തി പഠിപ്പിക്കും? ഒരു പരിധിയിൽ പഠിക്കാൻ അത്രയും കഴിവുള്ള കുട്ടികളാണെങ്കിൽ ഓക്കെ, ഒരു ഏവറേജിൽ വേണം കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യും? പഠിപ്പിച്ചെടുക്കണ്ടേ നമുക്ക് അവരെ? ഞാനിപ്പോൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. എത്ര മണിക്കൂറായിരുന്നു. ഇപ്പോൾ രാവിലെ 9:30 ട്യൂഷന് പോയി 12 മണിയാകുമ്പോൾ വന്നു, അവർ ചോറുകൊണ്ട് ഇരുന്നു, 2:30 അവരെ പഠിപ്പിച്ച് ഇത് 5:30 നമ്മളതിന് പേരിക്കണം. ഇനി ഈ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തിട്ട് വീണ്ടും അവരെ പഠിപ്പിക്കായിരുന്നു. അത് കുട്ടികളുടെ അവസ്ഥ ആലോചിക്കുക. ഇത് സ്കൂളിൽ ആ ഒരു മാസം തൊട്ട് ആ സ്റ്റാർട്ടിങ്ങിൽ പഠിപ്പിച്ചു തുടങ്ങി ഈ ഒരു അവസ്ഥ കുട്ടികൾക്ക് വരും. അന്നൊന്നും കുട്ടികൾ വീട്ടിൽ പഠിക്കല്ലേ അമ്മ, ഒന്നും പഠിക്കില്ല. അവര് വാട്സപ്പില് കാർഡ് അയച്ചിട്ട് വീട്ടിൽ വായിപ്പിച്ചോളോട്ടാ, ഒരു കാർഡ് ഇത് കുട്ടികളെ വായിപ്പിച്ചോളോട്ടാ. അപ്പൊ പിന്നെ സ്കൂൾ ആർക്ക് എന്ത് പണി? വീട്ടിൽ വായിപ്പിച്ചോളോട്ടാ, അപ്പൊ പിന്നെ സ്കൂൾ എന്തിനാണ് എനിക്കറിയാത്തത്? അതൊന്നും വിഷയമൊന്നുമില്ല. അങ്ങനത്തെ ഒക്കെ കാര്യത്തിനൊക്കെ നിയമം കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ നല്ല കാര്യത്തിനാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഞാൻ അതിനൊന്നും ഞാൻ അനുകൂലിക്കില്ല. എനിക്കിപ്പോ അതിന് വരാൻ അനുഭവം. ഇപ്പൊ 2 ദിവസം കൊണ്ട് എന്തോരാന്നറിയോ നമുക്ക് വാട്സപ്പ് ചെയ്ത് ഇത് പഠിപ്പിച്ചോളോട്ടാ, ഇത് വായിപ്പിച്ചോളോട്ടാ, ഇത് ചെയ്യിപ്പിച്ചോളോട്ടാ. അപ്പൊ പിന്നെ സ്കൂളിൽ എന്താ പണി? ഞാൻ പറഞ്ഞു, ഈ ജൂൺ 1-ാം തീയതി ക്ലാസ് തുടങ്ങി, 2-ാം തീയതി തുടങ്ങി, അവർക്ക് അന്നത്തൊട്ടിന് 2 സെക്ഷൻ പഠിപ്പിച്ചിരിക്കുന്ന ഇത്ര കഷ്ടപ്പാട് എനിക്കില്ല. അന്നൊന്നും പഠിപ്പിക്കില്ല, ഒരാഴ്ച 2 ആഴ്ച കൊടുക്കാൻ പഠിക്കാറ്, ഇങ്ങനൊന്നും പഠിപ്പിച്ചിട്ടില്ല. ശരിയല്ലേ, ഞാൻ പിന്നെ എന്ത് പഠിപ്പിക്കും കുട്ടീനെ? നമ്മളെന്താ കുട്ടീനെ പഠിപ്പിക്കുക? അപ്പോൾ ഓക്കെ, ശരിയാണ്. ഇപ്പൊ എല്ലാം കൂടെ ആയിട്ടുള്ള മണ്ടയ്ക്ക് ഇട്ട് കൊടുത്തു, മനസ്സിലായോ? ഒറ്റയടിക്ക് ഞങ്ങൾ ബബിൾസ് വിടുക, അത് വിടുക, ഇത് വിടുക. എന്തിനാണ് കുട്ടികൾ ആ നേരം അവർ പഠിക്കണം? ഒരു പീരീഡ് അവർക്ക് കളിക്കാൻ ടൈം കൊടുക്കുക, ബാക്കിയുള്ള ടൈം അവർ പഠിപ്പിക്കുക. ഒരു പീരീഡ് കുട്ടികൾക്ക് പീറ്റേ നമ്മളുള്ള കാലത്തുണ്ട്, ആ സമയം അവരെ കളിപ്പിക്കുക, ബാക്കിയുള്ള ടൈം അവർ പഠിക്കട്ടെ. അതിനല്ലേ നമ്മൾ സ്കൂളിലേക്ക് വിടുന്നത്? പ്രവർത്തനം അത് ഇതെന്നുണ്ട് കുട്ടികളുടെ സമയം ടൈം വെറുതെ കളയും. പിന്നെ ഒക്കെ എടുത്ത് വീട്ടിലേക്ക് വന്നേക്കുക, കുട്ടികൾ ഉറങ്ങി ക്ഷീണിച്ച് വരുമ്പോൾ അവരുടെ കുത്തിയിരുത്തി തല്ലിയും പിടിച്ച് നമ്മളായിട്ട് പഠിപ്പിക്കേണ്ട അവസ്ഥ പേരൻസിന്. നമ്മളെ സ്കൂളിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടെങ്കിൽ പിന്നെ ബാക്കി നമുക്കൊന്ന് പുഷ് ചെയ്ത് കൊടുക്കല് വേണ്ടോ? അത് വല്ലാത്തൊരു കഷ്ടമാണ് കേട്ടോ. എനിക്ക് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണ് ഈ പ്രവർത്തനം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്ന ടൈം കഴിഞ്ഞു. പണ്ടത്തെ എന്തെങ്കിലും സാധാ ബുക്കും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. ഇത് വെറുതെ ഒരു കാര്യമില്ല. കഥ ഉണ്ടാക്കാറാണ്, ഒരു കഥ എഴുതണം, കഥ ഉണ്ടാക്കണം. നമ്മുടെ ഒരു സിനിമയുടെ കഥ എഴുതുന്നുണ്ട്, എല്ലാവരും എഴുതുന്നുണ്ട്, ഇല്ല അതിന് ടാലന്റ് ഉള്ളവർ മാത്രം. അപ്പോൾ പഠിക്കണം, ഇത് കഥ എഴുതിക്കുക, എഴുത്ത് എഴുതിക്കുക, അയ്യോ ഡയറി എഴുതാം, ഇതൊക്കെ ആവശ്യമുള്ള കാര്യമാണ്. എനിക്കറിയില്ല മൊത്തത്തിലുണ്ടോന്നൊന്നും അറിയില്ല, ഇവിടുത്തെ ആരയിക്കാറുള്ളൂ. മൊത്തത്തിൽ നമ്മളൊന്നും പഠിക്കുമ്പോൾ ഇതൊന്നുമില്ല. കുഞ്ഞിനെ പഠിക്കുമ്പോൾ ഡയറി എഴുതുന്ന പരിപാടി ഒന്നുമില്ല. ഇപ്പൊ തുടങ്ങിയ പരിപാടിയാണോ എന്ന് എനിക്കറിയില്ല. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നോട്ടേക്ക് ഇനി അടുത്ത മാസം ഒരു ഡയറി എഴുതണം. എന്തിന്? ആ നേരെ 10 അക്ഷരം അവിടെ പഠിപ്പിക്കുകയാണെങ്കിൽ അതിനൊരു ഗുണമുണ്ട്. ഈ ഡയറി എഴുതാൻ കുട്ടികളോട് അമ്മമാരിട്ട് ഇന്ന് ഞാൻ അതിനെ കണ്ടു പറഞ്ഞ് നമ്മൾ എഴുതിപ്പിക്കണ നേരെ മറ്റു കുട്ടികൾക്ക് പഠിക്കാണ്ടാവും സ്കൂളിൽ നിന്ന് തുടങ്ങുന്നത്. അതെപ്പോൾ പഠിപ്പിക്കും നമ്മള്? ആകെ കുട്ടികൾ രാവിലെ എഴുതി സ്കൂളിൽ പോയി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്ന ടൈം, അതിൻ്റെ ഇടയിൽ അവർക്ക് ഉറങ്ങണം, അവർക്ക് ഫുഡ് കഴിക്കണം, അവർക്ക് കുളിക്കണം, പഠിക്കണം, അവർക്ക് ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുക്കണം. ടൈമില്ല. ഞാൻ ടൈം അവർക്ക് കൊടുക്കണ്ട, പക്ഷെ അവർക്ക് പഠിച്ച് തീരണ്ടേ, അതിനുള്ള ടൈം നമ്മൾ കൊടുക്കണ്ടേ? ഞാൻ പറഞ്ഞെന്നുള്ള. അപ്പം നമുക്ക് ഈ സാരിയുടെ പല മോഡൽ ഞാൻ കാണിച്ചു തരാം. ചിലപ്പോൾ പലരും ഇനി വിദ്യാഭ്യാസ കുറവുകൊണ്ട് എന്നെ കയറി മേയും, കുഴപ്പമില്ല, നമുക്ക് കേൾക്കാളൊക്കെ നമ്മൾ എന്തായാലും കേട്ടേ പറ്റൂ. അപ്പം ഈ സാരിയുടെ മോഡലായിട്ട് എന്നാലാ തീർച്ചയായിട്ടും നമുക്ക് എടുത്തിട്ട് വരാം. അപ്പം ഈ സാരിയുടെ മെറ്റീരിയലാണല്ലോ കേട്ടോ, അല്ലാണ്ട് സെയിം മോഡൽ ആണ്. പക്ഷെ ഇത് ഞാൻ എടുത്തോണ്ടേ കാരണം എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ സാരി. നോക്കി, നല്ലൊരു ഓഫ് വൈറ്റ്, വ്യത്യാസമുണ്ട്. ഇത് ഓഫ് വൈറ്റ് ആണ് കേട്ടോ. ഇതിന്റെ ബോഡി മൊത്തം നല്ല ഓഫ് വൈറ്റും ഗോൾഡനും കണ്ടിട്ടാ, നല്ല ആനയുടെ ചിത്രം കാര്യമായിട്ട് ട്രഡീഷണൽ ആയിട്ട് ഓണക്കാലാണ്. ഈ സെറ്റ് മുണ്ടിനേക്കാളും സുഖം നമുക്ക് ഇങ്ങനത്തെ ഈ സാരി എപ്പോ വേണമെങ്കിൽ കൊടുക്കാം. അതേപോലെ അതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നത് നിവർത്താൻ കുറച്ച് പണിയാ. കണ്ട പിങ്ക, ഞാൻ കാണിച്ചു തരാം. കണ്ട, ഇതാണ് എൻ്റെ മുന്താണി വരുന്നത്. കണ്ട മുന്താണി ഇതാണ് എൻ്റെ ജാക്കറ്റ് കേട്ടോ. എൻ്റെ ജാക്കറ്റ് ഇത് വരുന്നത്, മുന്താണി ഇതാണ് കേട്ടോ വരുന്നത്. ഞാൻ ഇത്ര തന്നെ തുറക്കണുള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര അത് നിവർത്തേണ്ട കാര്യമില്ല. അത് ഞാൻ കൊടുത്ത സെയിം മോഡൽ സാരികളാണ് ഇനി ഞാൻ കാണിച്ചത്. കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ ദേ ഇത്, അതായത് ഇത് ലാവണ്ടർ എന്ന് പറയട്ടോ, ലാവണ്ടർ. ഓക്കെ, ഇത് ഇഷ്ടപ്പെടണവർക്ക് കണ്ട നേരൊരു കസവ് നോക്കി, ഇത്രയൊക്കെ ഉള്ളു സാരി. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക്, പക്ഷേ ഇതിന് നമുക്ക് ഇഷ്ടമുള്ള ബ്ലൗസ് നമുക്ക് കൊടുക്കണം. ഇതിൻ്റെ ബ്ലൗസ് ആണെങ്കിൽ ഇതിനെല്ലാം ഈ സെയിം ബ്ലൗസ് അടിക്കാം, അല്ലെങ്കിൽ നമുക്കിതിന് ഏതാണ് ഇതിന് ഈ കളറിനോട് യോജിച്ച് പോകണമെന്ന് വെച്ചാൽ ആ കളർ നമുക്ക് അടിക്കാം കേട്ടോ. ഉണ്ണിയെടുത്ത കരിപ്പച്ച, വേറൊരു പച്ച, വേറൊരു പച്ച. ഇത് നല്ല രസമാണ്. ഇതും കുറച്ച് വ്യത്യാസം, ഒന്നുകൂടി ഡബിൾ കരയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റേറ്റിനും കുറച്ച് വ്യത്യാസം വരും കണ്ട. ഇതാണ് കേട്ടോ, പക്ഷെ ഉള്ളൊക്കെ സെയിം കളർ തന്നെയാണ്. ജാക്കറ്റ് വരുന്നതും സെയിം കളറാണ് കേട്ടോ. അതൊരു പേസ്റ്റ് കളർ. അയ്യോ എനിക്ക് എന്ത് ഇഷ്ടം പറയും, ഇതൊരു പേസ്റ്റ് കളർ കേട്ടോ. അതൊക്കെ കണ്ടോ, ഇത് ഇതിൽ കാണുന്ന കളറല്ല കേട്ടോ, ഇതിൽ കാണുന്ന കളറല്ല, പക്ഷേ നല്ല ഭംഗിയുള്ളൊരു കളറാണ്. പക്ഷെ ഇതിൽ ആ കളർ കിട്ടുന്നില്ല എനിക്ക്. ഇനി ഫോട്ടോ എടുക്കുമ്പോൾ കിട്ടുന്നുണ്ടോയെന്ന് അറിയില്ല. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ കേട്ടോ. പിന്നെ വരുന്നത് ഒരു പീക്കോക്ക് എന്ന് പറയാം. പീക്കോക്ക് നീല, അതിൽ കാണുന്ന നീലല്ല, അതിനും ഒന്നും കൂടി, അയ്യോ ഈ നീലല്ല കേട്ടോ, ഒന്നുകൂടി നല്ല ഭംഗി. ഇങ്ങനെ ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ ഒരു നല്ല ഭംഗിയുള്ള ഡാർക്ക് നീല. അതാട്ടോ തൊടുത്ത നല്ല ഭംഗി ഉണ്ടാവേ, അത് ഉറപ്പാണ്. ഈ മാല് ഈ സാരിക്ക് ഇതിൻ്റെ വൈറ്റ് പേളിച്ച മാല നല്ല ഭംഗിയുണ്ട്. പിന്നെ എനിക്കൊരു ഇഷ്ടമായ ഒരു കളർ കേട്ടോ, അതും ഒരു പേസ്റ്റൽ കളർ തന്നെയാണ്. മുന്തിരിയല്ല, ഞാൽപ്പഴം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. പക്ഷേ എന്ത് പഴം എന്ന് അറിയില്ല, പഴം ഈ കളറും അല്ല, ഈ കളറിലാകുമ്പോൾ റോസ് കളറാണ്. പക്ഷെ ആ റോസ് കളറല്ല, അത്ര ഡാർക്ക് അല്ല, ലൈറ്റ് കളറാണ്. ഞാൻ പൊന്നുവിൻ്റെ പിറന്നാൾ കൊടുത്ത സാരിയുടെ ഏകദേശം ആ നിറം തന്നെ, അതിന് ഈ മെറ്റീരിയൽ വരുന്നതാണ് കേട്ടോ. നമ്മുടെ പണ്ടത്തെ കാശിപ്പട്ട് മോഡൽ വരുന്നില്ലേ, ആ ഒരു മോഡൽ വരുന്ന സാരിയാണ് കേട്ടോ. ഭയങ്കര വെയിറ്റ് ഇല്ല, തീരെ വെയിറ്റ് ഇല്ലാത്തൊരു സാരിയാണ് കേട്ടോ. നമുക്ക് ഉടുത്താണ്ടല്ലോ, നമുക്ക് എപ്പോഴും ഉടുത്ത സാരി ഇത് നോക്കിയേ നമുക്ക് ശരീരം എവിടെ ഒരു എത്ര മണിക്കൂർ എടുത്തിട്ട് നമുക്ക് ഈ സാരി നിന്നാലും എന്തൊരു ഒതുക്കം. നോക്കി ഞാൻ ഞെറിഞ്ഞിക്ക് നോക്കിയേ, ഒരാള് പിടിച്ചു തന്നിട്ടില്ല കേട്ടോ ഞെറി. തീർച്ചയായിട്ടും നോക്കി ഞെറി എടുക്കണോക്കി എന്ത് ഭംഗിയില്ലെന്ന്. നമ്മളാണ് ഞെറിഞ്ഞ് എത്രയും സാരി കൊടുക്കാൻ അറിയാത്തവരാണ് ഇത് എളുപ്പത്തിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. എന്ന് വെച്ചാൽ ഞെറി ഇങ്ങനെ വെറുതെ ഞെറിഞ്ഞ് ജസ്റ്റ് നോക്കിയാൽ അത് എന്തൊരു ഫിനിഷിങ്ങിലാണ് നിക്കണത്. നോക്കിയാൽ എന്ത് ഭംഗിയിലാ. വേണ്ട മോനെ, എല്ലാ ബിസിനസ് തന്നെ വീടിന്റെ ഉള്ളിൽ ഇപ്പൊ കയറാൻ നിർത്തിയില്ല, സാധനങ്ങളും ഉണ്ട്. അപ്പോൾ അല്ല, നമുക്ക് വീട് ചെറിയ വീടല്ല, അപ്പൊ നമുക്ക് വെക്കാനുള്ള സ്പേസ് കുറവാണ്. അപ്പൊ ബിസിനസ് എന്തായാലും നന്നാവാണെങ്കിൽ നമുക്ക് മുകളില് ഷീറ്റൊക്കെ ഇട്ടുണ്ട്. അപ്പൊ ചെമ്മിര എടുത്തു കഴിഞ്ഞാൽ നേരം നല്ല കാർപ്പറ്റ് എടുത്ത് തൊട്ടെടുത്ത് കഴിഞ്ഞാൽ സെറ്റ്. എല്ലാരും സഹകരിക്കുകയാണെങ്കിൽ അതല്ലേ പൊന്ന സുന്ദരൻ. അപ്പൊ എന്തായാലും ഇനി അടുത്തത് നമ്മൾ സാരി എടുക്കാൻ പോകണം. അപ്പോൾ നിങ്ങൾ പറഞ്ഞ റേറ്റ് കുറവിൻ്റെ സാരി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ റേറ്റ് കുറവിൻ്റെയും നല്ല കോട്ടൺ സാരിയും ഒക്കെ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ഇറക്കിയത് കുറച്ച് പ്രീമിയം ക്വാളിറ്റി സാരിയാണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ റേറ്റിൽ കുറവ് വിറ്റ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് യാതൊരു ലാഭമില്ല. നമുക്ക് ജീവിക്കാനാണല്ലോ എല്ലാവരും ബിസിനസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ പറയണം നിങ്ങളിൽ റേറ്റ് കുറല്ല, പക്ഷെ നിങ്ങളിങ്ങനെ സാരി എടുത്ത് വിൽക്കുമ്പോഴും നിങ്ങളിങ്ങനെ റേറ്റ് ഇടും. നമ്മൾ ചിന്തിക്കുക റേറ്റ് ഇടും. നമ്മളിപ്പോൾ ഇങ്ങനെ എടുത്ത് വിൽക്കുമ്പോൾ നമ്മൾ ലാഭത്തിന് തന്നെയല്ലേ ചെയ്യുന്നത്, നമ്മൾ സ്വയം ചെയ്യും. അത് വെച്ചിട്ട് നമ്മൾ കൊള്ള ലാഭം ആരെ കഴുത്തിറക്കണമെന്നില്ല. ഈ സാരി എനിക്കറിയാം പെട്ടെന്നായിട്ട് മുതലാളി അവിടുന്ന് ഒറ്റ ആവാനും പറ്റില്ല. നമ്മള് ജീവിച്ചു പോകാനുള്ള കുറച്ച് കടങ്ങളൊക്കെ അതൊക്കെ ഒന്ന് വീട്ടിൽ സമാധാനത്തിൽ ജീവിക്കണം, മുന്നോളം നോക്കണം. ഇത്രയൊക്കെ ഞമ്മളെ ലക്ഷ്യമുള്ളൂ. അല്ലാണ്ട് നമുക്ക് ഇതുമ്പോ കോടികൾ നല്ലൊരു ഗുണം എന്താ വെച്ചിട്ട് ഇപ്പൊ രാത്രി 2 മണി വരെയൊക്കെ ഇരുന്നാലും ഇത് പാക്കിങ് കാര്യങ്ങളൊക്കെയാണ്. ഉറക്കം എന്ന് പറയണതില്ല. അപ്പൊ അത് ചെറിയൊരു അല്ല, നമ്മുടെ ബിസിനസ് നന്നാവാൻ വേണ്ടിയിട്ടാണല്ലോ ഉറക്കക്കുറവൊക്കെ. എനിക്ക് ഏറ്റവും പുതിയ വിഷമം എൻ്റെ ഉള്ള വിദ്യാഭ്യാസ പഠിപ്പാണ്. ഇടയ്ക്ക് ഭയങ്കര നമ്മൾ അത്രത്തോളം മുന്നോളൊക്കെ കഷ്ടപ്പെട്ട് ട്യൂഷന് പറഞ്ഞേക്കലും വീട്ടിൽ നിന്നും ഭയങ്കരമായിട്ട് ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല. ഒരു ദിവസം ഒരു UK ഫാദർ, മദർ, ബ്രദർ, സിസ്റ്റർ, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, എന്തോന്നും അത് കുഞ്ഞു മക്കളല്ലേ, സ്പെല്ലിങ് ഇത് പഠിച്ച് സെറ്റായി ഒന്ന് വരണ്ടേ. പക്ഷെ അത്രയും ബുദ്ധിയുള്ളവരുണ്ടാവും. പക്ഷെ എല്ലാ കുട്ടികളും ഒരുപോലെ ആവില്ല. അപ്പൊ ഒന്ന് സ്കൂളിൽ നിന്നും കാര്യങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യുക, കുട്ടികളൊന്ന് പഠിച്ച് സെറ്റ് ആയണോ വരയ്ക്ക് കുട്ടികൾക്ക് ഇത്രയും ലോഡ് ഇട്ട് കൊടുക്കാണ്ടിരിക്കുക.
തുമ്പിയോട് വെട്ടുകല്ല് എടുപ്പിക്കാന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. തുമ്പിയോട് നമ്മൾ കുഞ്ഞു കല്ലൊക്കെ എടുപ്പിക്കും, അത് തന്നെ ഭാരം അവർക്ക്. എന്നിട്ട് തന്നെ നമ്മള് ചിറക് പിടിച്ച് പക്ഷെ അതേ അവസ്ഥയാണ് ഇപ്പൊ നമ്മുടെ കുഞ്ഞു മക്കളെ അനുഭവിച്ചത്. ഭയങ്കര ഇറിറ്റേഷനാണ് കേട്ടോ. എല്ലാവരും മക്കൾക്കുണ്ടോ നല്ല കുണിക്കിക്ക് ഭയങ്കര ഉണ്ട്, പക്ഷെ കുണിക്കിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര വിഷമവും കാര്യങ്ങളും. ഇപ്പൊ ഞാൻ കണ്ടിടത്തോളം കുറെ കുട്ടികളുടെ അമ്മമാര് പറയുന്ന സെയിം. അവര് പറയാൻ പുറത്ത് മടിക്കുന്ന കാര്യം എനിക്ക് പുറത്ത് പബ്ലിക്കായിട്ട് ഞാൻ പറയണു, അത്രേ ഉള്ളൂ. ഒരുപാട് ആൾക്കാർ പറയുന്നത്, പക്ഷെ എന്താ ചെയ്യുന്നത് കുട്ടികളോട്. നമുക്ക് ഇപ്പൊ കുണിക്കൽ ക്ലാസ്സിലെ കുട്ടിയുടെ അമ്മ പറഞ്ഞ ഡയലോഗാണ്, ഇവരെന്ത് പണിയാണ്, എത്രയാണ് ഈ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ, അത്രയ്ക്ക് ലോഡ് പറ്റണ്ടേ, കുഞ്ഞു മക്കളല്ലേ. കാര്യത്തിന് വാട്സപ്പ് ഒക്കെ കണ്ടുപിടിച്ചവരെ തന്നെയാണ് ഇപ്പൊ ഈ പറഞ്ഞത്. പണ്ടത്തെ നമ്മൾ പഠിക്കുന്ന അതുപോലെ വാട്സപ്പ് വാട്സപ്പിൽ ഇങ്ങനെ എഴുതി അയക്കല്ലേ അത് വേണ്ട, വാട്സപ്പ് പഠിപ്പ് വേണ്ടാണ്ടിരിക്കുക. സ്കൂളിൽ നിന്ന് പഠിക്കാനുള്ളത് ടൈം ടേബിൾ ഹോംവർക്ക് ആയിട്ട് കൊടുത്തേക്കുക. സ്കൂളിൽ നിന്ന് ഈ വാട്സപ്പിലത്തെ ഇതാകുമ്പോഴാണ് ഉള്ളത് മൊത്തം അമ്മമാരെ അപ്പമാരെ തലയ്ക്ക് ഇട്ട് കൊടുക്കണം. അതിന്റെ ആവശ്യമില്ല. അതിന്റെ ആവശ്യം നമ്മൾ കുട്ടികൾ വായിക്കാൻ കൊടുക്കണം. ഈ ഫോണിൽ ഒരു വീട്ടിൽ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട് ഇല്ലേ. അപ്പൊ ആ വീട്ടിലുള്ളവർ ഇപ്പൊ ഞങ്ങൾ തന്നെ ഒരുപാട് ഫോൺ യൂസ് ചെയ്യണ പേരൻസ് അല്ല. അപ്പൊ ഈ ഒരു ഫോണിലാണ് ഞാൻ ബിസിനസ് നമ്പറും എല്ലാം എടുക്കുന്നത്. ഇതിനിടയിൽ കുണിക്കിയുടെ സ്കൂളിലത്തെ കുണുക്കൻ്റെ സ്കൂളിൽ ഒക്കെ കൂടെ ഒരു ഫോണിൽ വരുമ്പോൾ നമ്മൾ ഏത് മക്കളെ ഫോൺ കൊടുത്ത് പഠിപ്പിക്കാൻ പിടിക്കുന്നത് അതൊക്കെ എടുത്തിട്ട് നമ്മൾ വേറെ ബുക്കിൽ എഴുതിയെടുക്കണം, അതിൽ കുട്ടികളെ പഠിപ്പിക്കണം. പിന്നെ അതിൽ കുട്ടികൾക്ക് കഥ കേൾപ്പിക്കണം, പാട്ട് കേൾപ്പിക്കണം. എന്തിന് ഈ പാട്ടും കഥയും കേൾപ്പിക്കുന്ന പാട്ട് കുട്ടികളെ കയ്യിൽ ഫോൺ കൊടുക്കണം എന്തിനാ? ഈ നമ്മൾ അവർക്ക് പഠിക്കുന്ന ടൈമാണ് ഈ നഷ്ടപ്പെടുന്നത്. ഞാൻ അല്ല അവർക്ക് അതേപോലെ നമുക്കതൊന്നും എല്ലാം നമുക്കത് ചെയ്ത് കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. പഠിപ്പിക്കുന്നുണ്ട്, അവർക്ക് പഠിക്കാൻ പറഞ്ഞേക്കുന്നത് ഞാൻ അന്നന്ന് അവരെ നോട്ട് അവരിരുത്തി ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. കഷ്ടപ്പെട്ട് ഇത്രയും മണിക്കൂർ അവരിരുത്തി പഠിപ്പിക്കുന്നു. ഞാനിപ്പോ വേറെ വീട്ടിൽ ഒരു പണി കഴിഞ്ഞില്ല അവരെ പഠിപ്പിക്കാൻ ആദ്യകൊണ്ടിരുത്തും. എന്നുവെച്ചാൽ അന്നത്തെ കഴിഞ്ഞില്ല കുട്ടികൾക്ക് ഭയങ്കര മക്കൾക്ക് ബുദ്ധി ഇല്ലാണ്ട് അങ്ങനെ കാണുന്നവരുണ്ടാവും ചിലപ്പോ. നിങ്ങളുടെ മക്കൾ ബുദ്ധി കുറവൊന്നുമില്ല, അത്യാവശ്യം ഇപ്പൊ ഇതുവരെ അവർ പഠിച്ചാലൊക്കെ അവർക്ക് മാർക്കും കാരണം കാണാലോ. അതാണ് ഞാൻ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ചിലപ്പോ നമ്മൾ പറയണ രീതിയിൽ രാവിലെ പുറലോകം എടുക്കുക. ഞാനിപ്പോ ഇങ്ങനെ ഒരു കുട്ടിയുടെ കേസ് ഉണ്ടായി. ആ കുട്ടിയുടെ ഒപ്പം പഠിക്കുന്ന കുട്ടികളെ അമ്മമാര് ഒരു അമ്മൊക്കെ പറയണ ഇങ്ങനെ കേട്ടു. കുട്ടികളൊക്കെ സ്കൂളിലേക്കാണ് കൊടുത്തത്, പിന്നെ സ്കൂൾ എന്നൊരു സത്യം. അപ്പൊ അത് പറഞ്ഞപ്പോഴാണ് എനിക്കും നിങ്ങളുടെ മുന്നിൽ ഇത് പറയാൻ തോന്നിയത് ഇന്നത്തെ ഈ പഠിപ്പിനെ പറ്റിയിട്ട്. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും നാളെ വേറെ കുക്കിംഗ് വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ എണ്ണം നയിക്കും. കുട്ടികളെ പഠിക്കാനുള്ളത് കൊണ്ടാണ് രാവിലെ എനിക്ക് അവരെ ട്യൂഷൻ വേണമെങ്കിൽ അവരെ കൊണ്ടുപോയി ചോറ് കൂട്ടാനും വയ്ക്കുക, അത് കഴിഞ്ഞ് അവരെ പഠിപ്പിക്കാതിരുത്തുക. അത് എനിക്ക് വീഡിയോ എടുക്കുക, എഡിറ്റ് ടൈം ഇല്ല. ശ്വാസം ഇടാൻ മതി. ഇപ്പം ഇതങ്ങോട്ട് ഊരി ഇടുക, പോവുക, വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യാൻ കിടക്കുക. എഡിറ്റ് ചെയ്യുമ്പോൾ 100 പ്രാവശ്യം ഫോം വന്നു ഉറക്കം വന്നിട്ട് ഉറക്കില്ലല്ലോ. വേണ്ടവര് നിങ്ങളുടെ ഇൻസ്റ്റൽ പേജ് കൃപ, അതിലെല്ലാരും സഹകരിക്കുക. ആവശ്യപ്പെട്ടവര് നമ്മൾ സാരി ഉടുത്ത് കഴിഞ്ഞാൽ എങ്ങനെ ഭംഗി കിട്ടുന്നത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. നമ്മൾ കുറച്ച് ഭംഗി പോലെ കാണിഞ്ഞൊരുങ്ങിയാലൊക്കെ ഭംഗി വരും. ഓക്കെ പോട്ടെ. അപ്പൊ ബൈ. നല്ല ഭംഗി